Twin Talkies. It's me, Dia. It's me, Lia. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളൊരു വ്ളോഗ് എടുക്കുകയാണ്. ഒരു ചെറിയൊരു ഔട്ടിംഗ് ആണ്. ഈ ഔട്ടിങ്ങിൽ നമ്മളെ കൂടെ വേറെ 2 ആൾക്കാരും കൂടെ ഉണ്ട്. കോയപ്പയും സാർമ്മയുണ്ട്. കോയപ്പ നമ്മളെ കൂടെ അങ്ങനെ ഔട്ടിങ്ങിന് വരാറില്ല. കാര്യം കോയപ്പക്ക് കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ കോയപ്പ ഇന്ന് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടാണ് നമ്മൾ. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പം നേരെ വീഡിയോ. ഗൈസ് നമ്മളിപ്പം കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. കോഴിക്കോട് ബീച്ചിലേക്കൊക്കെ പോയിട്ട് കുറേ ആയി, 1 മാസത്തോളമായി. അപ്പോൾ നമ്മൾ വിചാരിച്ച് കോഴിക്കോട് ബീച്ചിലേക്ക് പോകാമെന്ന്. നോമ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങലില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും പെരുന്നാൾ കഴിഞ്ഞിട്ട് ബീച്ചിലേക്കൊക്കെ പോകാമെന്ന്. ഇപ്പോഴാണെങ്കിൽ നമ്മളെ കൂടെ സാർമ്മയും കുഴപ്പമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ കോഴിക്കോട് ബീച്ചിലേക്ക് പോവുകയാണ്. പിന്നെ മാമീൻ്റെ മക്കളൊക്കെ നമ്മൾ ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ ഓലെ വിളിക്കലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിലും ഈ പ്രാവശ്യം ഓലെ വിളിക്കായിട്ടല്ല, ഓല് മാമീൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഓല് ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ബീച്ചിൽ പോവുകയാണ്. അങ്ങനെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് കൂടെ വിചാരിച്ച്. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. നല്ല കൂടുതൽ ആൾക്കാരില്ലെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ബീച്ചിൽ വന്നാൽ നമ്മൾ മെയിനായിട്ട് ഉപ്പിലിട്ട് കഴിക്കുക അതൊക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്തത് ആ പരിപാടിയൊക്കെയാണ് ഗൈസ്. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ നമ്മൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് നിന്നതാണ്. അപ്പോൾ അല്ലൂസ് അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഓടി കളിക്കുന്നൊക്കെ ഉണ്ട്. ഗൈസ് ഇവിടെ ഇങ്ങനെ ആൾ കൂടിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ ഒരു കമ്പിമ്മൽ പിടിച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ 2 മിനിറ്റ് നേരം ആരാണോ നിൽക്കുന്നത് ഓൽക്ക് 500 റുപ്യ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല 1.5 മിനിറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ വിചാരിക്കുന്നത് സിമ്പിളായിട്ട് നിൽക്കാൻ പറ്റുമെന്ന്. പക്ഷേങ്കിലും അവിടെ 2 മിനിറ്റ് ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ നല്ലോണം വേദനയാവും. അതുകൊണ്ട് ഇതുവരെയും ആരും അതിൽ ജയിച്ചില്ല. അപ്പോൾ കുറേ ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ട്രൈ ചെയ്യുന്നതിന് പൈസയൊന്നും വേണ്ട, ഫ്രീ ആണ്. അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാർ ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ ഇവിടെ അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ സാധനമൊക്കെ വാങ്ങുന്നുണ്ട്, അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മളിനി ഉപ്പിലിട്ട സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. മാങ്ങ മാത്രം തടിച്ചിട്ടുള്ള അതാരും കടിച്ചു മതി. ഞാൻ അത് വാങ്ങുന്നല്ലേ, ഇതെങ്ങനെ കയ്യിൽ വാങ്ങാൻ വിചാരിച്ചിരിക്കുന്നത്. എന്താ ഭയങ്കര കവറിലിട്ടു. ഗൈസ് അങ്ങനെ നമ്മൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് കുത്തിരിക്കുകയാണ്. ലിയയും കുഴപ്പയും എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളവിടെ ഇറക്കിയിട്ട് ഇപ്പം പോയി. ഇപ്പൊക്കെ എന്തോ പണീൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. ഇപ്പം നിങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നോളി, പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ കുറേ നേരമായി ഇവിടെ ഇരിക്കുന്നു. അവിടെയുള്ള ആൾക്കാരൊക്കെ പോയാലും നമ്മൾ പോകും തോന്നില്ല, കുറേ നേരം ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ കടലിൽ നോക്കി കുത്തിരിക്കാനാണെങ്കിലും നല്ല രസമാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു എന്തോ ഒരു പോലെയല്ലേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ. പക്ഷേങ്കിലും ഇവിടെ കടലിൽ വന്ന് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. അതെന്നെ കുഴപ്പയും പറഞ്ഞേ. അല്ല സേ ഇനി നമ്മൾ അടുത്ത കളിക്കാം ഇവിടുന്നാ. ഞാൻ പിന്നെ നീ പൊത്തിയുണ്ടെങ്കിൽ നമ്മൾ ഒളിച്ചാൽ കണ്ടുപിടിക്കാൻ കുറേ നേരം എടുക്കും. ഗൈസ് അങ്ങനെ വൈകുന്നേരം വന്ന് നമ്മൾ ഇപ്പോൾ രാത്രി ആയിട്ട് അവിടെ തന്നെ ഉണ്ട്. അല്ലൂസിൻ്റെ നേരം കുറച്ച് നേരം കളിച്ചിട്ടോ.
പിന്നെ അല്ലൂസ് പറഞ്ഞ് ഇനിയും രാത്രി ആയപ്പോഴും പിന്നെയും എനിക്ക് കളിക്കണം എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ഈ ഒരു സാധനം വാങ്ങിക്കൊടുത്ത്, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വലിച്ചിട്ട് മുകളിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. നമ്മുടെ അടുത്തേലെങ്കിലും തൊട്ടടുത്തായിട്ടൊക്കെ വരും. അങ്ങനത്തെ ഒരു സാധനമാണ്, ഒരു റോക്കറ്റ് പോലത്തെ ഒരു സാധനം. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിയക്ക് അതെങ്ങനെയാണെന്ന് അറിയില്ലേനും ഇപ്പം ലിയ അത് പഠിച്ചെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഗൈസ് നമ്മളങ്ങനെ പോകാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒന്നും അറിയില്ല, നല്ല സൗണ്ട് ഉണ്ട്, മുഖമൊക്കെ ഇരുണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് പോകും. ഇതാ സാർമേ കോയപ്പേ അല്ലൂസു കുഴപ്പന്റെ കൂടെ അതിന് ഗൈസ് ഫുൾ ഡേ ഇല്ല കേട്ടോ, ഫുൾ ഡേ ഒന്നും ഈവനിങ് മാത്രം. ഗൈസ് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പം അതവിടെ എത്തിയിട്ടുണ്ട്. കുറേ നേരമായി നമ്മൾ ആ ബീച്ചിലിരിക്കുന്നത്. നമ്മളെപ്പുറം വന്ന ആൾക്കാരൊക്കെ പോയിക്കുണ്ടാവും, എന്നിട്ട് നമ്മൾ ആ ബീച്ചിലുണ്ടായിന്. ആദ്യമായിട്ട് ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലേന്. പിന്നെ രാത്രി ആകുമ്പോൾ നമുക്ക് കടലൊന്നും മതിരിക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ട് ബോറടിച്ച് തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെ ഇപ്പം വന്നുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പം പറഞ്ഞ് രാത്രി ആയല്ലോ, അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ്. ഗൈസ് ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഭാസ്കരേട്ടൻ്റെ സർബത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പ് തന്നെയാണിത്. ഇത് ആദ്യം പാരഗണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണുള്ളത്. അവിടുത്തെ തിരക്ക് കണ്ടാൽ മനസ്സിലാവും. അവിടുത്തെ സർബത്തൊക്കെ ഓരോ പുതിയ പുതിയ ടൈപ്പ് സർബത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. ഞാൻ ഇതുവരെ കുടിച്ചില്ല കേട്ടോ, ഇപ്പോൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല അടിപൊളി സർബത്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റഹ്മത്ത് ഹോട്ടലിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ഇത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ ഒരു റഹ്മത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഗൈസ് ഇനി നമ്മളതാ ഫുഡ് ഓർഡർ ചെയ്യാണ്. അല്ലൂസിനും ഉമ്മക്കും കൂടെ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. അല്ലൂസിന് രാത്രി ചോറ് ഇല്ലെങ്കിൽ ശരിയാവില്ല. വെള്ളപ്പം അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഓണ അങ്ങനെ കഴിക്കൂല. അപ്പോൾ ചോറാകുമ്പോൾ പിന്നെയും കഴിക്കും. അങ്ങനെ ഉമ്മക്കും അല്ലൂസിനും കൂടെ ഫിഷ് ബിരിയാണിയാണ്. ബാക്കി നമ്മളെല്ലാവർക്കും കൂടെ വെള്ളപ്പവും ബീഫിൻ്റെ ഒരു ഗ്രേവി വാങ്ങി, പിന്നെ ഒരു ചിക്കൻ ഇഷ്ടവും. ഇതൊക്കെയാണ് ബാക്കിയുള്ളവർക്ക് ആയിട്ടുള്ള ഫുഡ്. പിന്നെ ഒരു ചായയും വാങ്ങി, പിന്നെ ഒരു ജ്യൂസ് വാങ്ങി. ജ്യൂസ് ഇപ്പക്ക്, ചായ സാറുമ്മക്കാണ്. അപ്പോൾ നമ്മളിതാ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹോട്ടലിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് ഫുള്ളായിരുന്നു. പിന്നെ നമ്മൾ അങ്ങ് സീറ്റ് കിട്ടിയപ്പോൾ നമ്മൾ വേഗം വന്നിരുന്നതാണ്. അപ്പോൾ എന്താ നമ്മൾ ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഗൈസ്. പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കൊണ്ടുവച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അതിന് ശേഷമാണ് ഫുഡ് കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ പഴയ ആ ഒരു നമ്മൾ പറഞ്ഞില്ലേ റഹ്മത്ത് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടെന്ന്, അവിടുന്ന് വേണം ബിരിയാണിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് നേരം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വെള്ളപ്പവും ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ. ഓലെ ഉമ്മക്ക് അലൂസിനുള്ള ബിരിയാണിയാണ് ലേറ്റായത്. നമ്മൾ തിന്നാൻ തുടങ്ങി പകുതി എത്തിയപ്പോഴങ്ങനെയാണ് ഓലത് കിട്ടിയത്.
അലുസേ മതി അച്ചാറെടുത്ത വേഗം തിന്നൂട്. നീക്ക് വേറെ ഫുള്ളായ? എനിക്ക് ഫുള്ളായി. അലുസേ ഫുഡ് ഓക്കെ അല്ലേ? എനിക്ക് മതിയായി നിൽക്ക. ഇവിടെ ഉള്ള എല്ലാരും പോയി, അപ്പോൾ മാത്രമായി ഗൈസ് അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹോട്ടലിൻ്റെ പേര് ഗൈസ്. പിന്നെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടു. നമ്മുടെ ആക്ടർ കുതിരവട്ടം പപ്പു എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. ഇപ്പം എന്താ നമ്മൾ ഇപ്പനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം കാർ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നെ ഗൈസ് ഇതാണ് പഴയ റഹ്മത്ത്. ഇതാക്കണ്ടോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതിലാണ് നമ്മൾ പോയി ഫുഡ് കഴിച്ചത്. ഇനി നമ്മളിപ്പനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ഇനി വന്നിട്ട് നമ്മൾ നേരെ കാർ കയറുക, പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ ഗൈസ്. ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങുക, അതാണ് ഇനി അടുത്ത പണി. അപ്പോൾ ഗൈസ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അടിപൊളിയായിരുന്നു. ഞാൻ ഇന്നത്തെ ഡേ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം സാർമ്മക്കും കോയപ്പൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ. കോയപ്പൊക്കെ പ്രത്യേകിച്ച്, കാര്യം കോയപ്പ ബീച്ചിലൊക്കെ പോയിട്ട് കുറേ ആയി. അപ്പം കോയപ്പ പറഞ്ഞപ്പോൾ അമ്മക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമായി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.